സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു കുടുംബത്തിൽ ഒരച്ഛൻ, ഒരു നാഥൻ പ്രോത്സാഹനം കൊടുക്കുകയും കണ്ണടച്ചു കൊടുക്കുകയും വളം വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്ത് മക്കളെ തൻ്റെ കീഴിൽ സാമൂഹ്യവിരുദ്ധരായി വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർ വളർന്ന് വന്ന് അവസാനം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ ഇടമില്ലാതെ വരുമ്പോഴോ അവർക്കിഷ്ടമില്ലാതെ വരുമ്പോഴോ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ വല്യച്ഛനിട്ട് തന്നെ 2 പൊട്ടീര് കൊടുക്കും, ചിലപ്പോൾ അച്ഛനും കൊടുത്തെന്ന് വരും. ഞാനിത് ഓർത്തത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ നരേന്ദ്രമോദിജി അജ്മീർ ദർഗയിലേക്ക് ചാദർ, ഒരു പുതപ്പ് അത് കൊടുത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സേനയുടെ ആളുകൾ സുപ്രീം കോടതിയിൽ പോയത്രേ. വിഷ്ണുഗുപ്ത മൗര്യ ചന്ദ്ര ലോപഗുപ്ത കൗമമാര അദ്ദേഹം എന്ന് പറയുന്ന ആളാണ് പോയിരിക്കുന്നത്. ഇങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എവിടെയെങ്കിലും മതേതരത്വമെന്നോ മനുഷ്യസ്നേഹമെന്നോ അല്ലെങ്കിൽ തുല്യതയെന്നോ ഒക്കെ മിണ്ടിയാൽ അവരുടെ കീഴിൽ തളിർത്ത് പൂവിട്ട് വളർന്ന് പന്തലിച്ച ഇതുപോലത്തെ 100 കണക്കിന് വാനരസേനകൾ, സാമൂഹ്യവിരുദ്ധ സേനകൾ രംഗത്ത് വരും. അതാണ് രാജ്യത്തിൻ്റെ സ്ഥിതി. നമ്മുടെ പ്രധാനമന്ത്രി അജ്മീർ ഹോജയുടെ അദ്ദേഹത്തിൻ്റെ ദർഗയിലേക്കോ മറ്റോ ഒരു ചാദർ കൊടുത്തു വിട്ടു. എപ്പോഴും പുള്ളി കൊടുക്കുന്നതാണത്രേ. പ്രത്യേകിച്ച് ഈ മതസ്നേഹമോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. പുള്ളിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പേടിയോ ഭയമോ അല്ലെങ്കിൽ ചെറുപ്പത്തിലും കാണാൻ പേടിച്ചതോ എന്തെങ്കിലും ഒരു സംഗതി കാണും. ഏതായാലും അദ്ദേഹം കൊടുത്തുവിട്ട വാർത്ത കഴിഞ്ഞ ദിവസം അഭിമാനപൂർവ്വം അദ്ദേഹവും നമ്മുടെ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിഡ്ജു ഒക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ എക്സ് പ്രൊഫൈലിൽ അത് പോസ്റ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് ജനാധിപത്യ, മതേതരത്വ, തുല്യനീതിയുടെ ഏറ്റവും മനോഹരമായ ഇതളുകൾ കൊഴിക്കുന്ന കഥയൊക്കെ എഴുതിയിരുന്നു. അത് ഞാനും വീഡിയോ ചെയ്തിരുന്നു. ഇന്നൊരു വാർത്ത കണ്ട് എനിക്ക് ചിരി വന്നു. ആ ചിരി വേറൊന്നുമല്ല, സാക്ഷാൽ നമ്മുടെ ഈ മോഡിജി ഇത് കൊടുക്കുന്നതിനെതിരെ, അങ്ങനെ കൊടുക്കാൻ പാടില്ല, അത് കൊടുക്കുന്നതിൽ നിന്ന് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹിന്ദു സേനയുടെ ഏതാണ്ടൊരാൾ. അപ്പോൾ ഏതായി ഹിന്ദു സേനയെന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരം പറയാൻ അറിഞ്ഞുകൂടാ. നമ്മൾ പണ്ട് മൈനകളുടെ കാര്യം പറയുന്നത് പോലെ മൈനകൾ ധാരാളമായി നാട്ടിൽ കണ്ടുവരുന്നു എന്ന് പറയുന്നത് പോലെ ഇതുപോലെയുള്ള കുറേ സേനകൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അതിലേതോ ഒരു സേനയാണ് ഇപ്പോൾ അതിന് ഈ പറയുന്ന കേസുമായി പോയിരിക്കുന്നത്. ഈ അന്യമത വിരോധവും വിദ്വേഷവും നമ്മൾ പഠിപ്പിച്ച് വലുതാക്കി റെഡിയാക്കി നൽകുമ്പോഴേക്കും അതിലൂടെ വളർന്നു വരുന്ന സാമൂഹ്യ വിരുദ്ധൻ ചിലപ്പോൾ നമ്മളെക്കാൾ വലിയ സാമൂഹ്യ വിരുദ്ധനായി വരും. കള്ളനായ അച്ഛൻ മക്കളെ കള്ളം പഠിപ്പിച്ച് ഒടുവിൽ അച്ഛൻ്റെ തന്നെ മുതൽ മോഷ്ടിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് പോലെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. അല്ലെങ്കിൽ നരേന്ദ്രമോദിജി കിട്ടുന്ന സ്ഥലത്തെല്ലാം ഇത് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ചെറിയ ഒരു ചിത്രം, ഒരു ഇളവ്, ഒരു പടം ഉണ്ടായതാണ് ഈ ചാദർ കൊടുത്തു വിടുന്നത്. അത് കണ്ടപ്പോഴാണ് നമ്മുടെ വിഷ്ണുഗുപ്ത മൗര്യ ചന്ദ്ര ലോക മൗര്യ മൈനാക്കിളിക്ക് അസ്വസ്ഥതയുണ്ടാകുകയും അജ്മീർ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത് അത് തടയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനൊക്കെ കേസിന് പോകാമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗുജറാത്തിലെയൊക്കെ ജഡ്ജി ഉണ്ടല്ലോ, UP-കാരനൊക്കെ വന്നില്ല പ്രസംഗമൊക്കെ നടത്തിയേ. ആ പ്രസംഗം കേട്ട് സുപ്രീം കോടതിയിലെ കൊളീജിയം എന്താടാ ഈ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മേലാ പറയരുതെന്നും പറഞ്ഞ് വിരട്ടി വിട്ടിട്ടുണ്ട് പേടിച്ച്. അത് കണ്ട് ജഡ്ജിമാരൊക്കെ പേടിച്ചിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ കേസ് എടുത്തില്ലെന്ന് വരും. മിക്കവാറും ഈ കേസിൽ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്ത് കളയണം എന്ന് പോലും പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. കാരണം അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരട്ടെ. ഹനുമാൻ സേന, വീരസേന, സത്യസേന, ധർമ്മസേന, മോഹനസേന, സാമൂഹ്യവിരുദ്ധ സേന അടക്കം നിരവധിയായ സേനകൾ ഈ രാജ്യത്തുണ്ട്. ഇനിയിപ്പം നമുക്ക് സൈന്യമോ പട്ടാളമോ പോലീസോ ഒക്കെക്കാൾ എവരായിരിക്കും നാട്ടിലെ ക്രമസമാധാന പാലനവും ആരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്.